السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم على المبعوث رحمة للعالمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലൂടെ സൂറത്തുൽ ബഖറയുടെ 108 ആയത്തിന്റെ അർത്ഥവും അതുപോലെ ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഇനി ഇന്ന് ഈ ആയത്തിന്റെ 3-ാമത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഏതാനും വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രമുഖ തഫ്സീർ പണ്ഡിതനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ അഥവാ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് ഈ ആയത്ത് അവതരിക്കാനുള്ള സന്ദർഭമായി കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിവായത്ത് എടുത്തുദ്ധരിച്ച ഈ വിഷയവുമായി ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എടുത്തു പറയുന്നുണ്ട്. റാഫിഉ ബിൻ ഹുറൈമില എന്ന വ്യക്തി അല്ലെങ്കിൽ വഹ്ബ് ബിൻ സയ്യിദ് എന്ന വ്യക്തി, ഇതിലൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഒരു ഗ്രന്ഥം ഇറക്കി തരണം, ആ ഗ്രന്ഥം ഞങ്ങൾക്ക് വായിക്കാൻ ഉതകുന്ന രൂപത്തിലായിരിക്കണം, അതുകൂടാതെ ഞങ്ങൾക്ക് വേണ്ടി ചില നദികൾ ഇവിടെ ഒഴുക്കിത്തരണം, എങ്കിൽ ഞങ്ങൾ താങ്കളെ പിൻപറ്റുകയും താങ്കൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യാമെന്ന് ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ അയാളുടെ വെല്ലുവിളിക്ക് മറുപടി ആയിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ ഈ 108-ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്. അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബ്ൽ. അതല്ല, മുമ്പ് മൂസായോട് ചോദിക്കപ്പെട്ട പോലെ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ? വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാൻ, ആർ സത്യനിഷേധത്തെ സത്യവിശ്വാസത്തിന് പകരം സ്വീകരിച്ചുവോ ഫഖദ് ളല്ല സവാഅസ് സബീൽ, അവൻ തീർച്ചയായും ശരിയായ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയിരിക്കുന്നു എന്ന്. ഇവിടെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായി തന്നെ ആ യഹൂദിയെ വിമർശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടാക്കുക എന്ന ഒരു കേവല ഉദ്ദേശത്തിൽ മാത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഈ യഹൂദികൾ ഇത് മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് ബനു ഇസ്രായേലിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മുമ്പ് മൂസായോട് ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ എന്ന് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്. അതിനുശേഷം എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്? വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാൻ, ആർ സത്യനിഷേധത്തെ സത്യവിശ്വാസത്തിന് പകരം സ്വീകരിച്ചുവോ ഫഖദ് ളല്ല സവാഅസ് സബീൽ, അവൻ തീർച്ചയായും ശരിയായ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ അവർ ശരിയായ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കൊണ്ട് അജ്ഞതയുടെയും സത്യനിഷേധത്തിന്റെയും മാർഗത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. കാരണം ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ഇസ്രായേൽ ജനതയിൽപ്പെട്ടവർ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി അവർക്ക് ഈമാനിന് പകരം ലഭിച്ചത് കുഫറാണ്, സത്യനിഷേധമാണ്. സൂറത്തു മാഇദയിലെ 102-ാമത്തെ ആയത്തിൽ ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. ഖദ് സഹലഹാ ഖൗമും മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് ഒരു ജനവിഭാഗം അത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. സുമ്മ അസ്ബഹു ബിഹാ കാഫിരീൻ, പിന്നെ അവയിൽ അവർ അവിശ്വസിക്കുന്നവരായി തീരുകയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറയുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, കണ്ടതും കേട്ടതും പറഞ്ഞു നടക്കുന്നതും ധനം പാഴാക്കി കളയുന്നതും കൂടുതൽ ചോദ്യം ചെയ്യുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതിന്, അതുപോലെ തന്നെ അനാവശ്യമായി ധനം പാഴാക്കി കളയുന്നതിന്, അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നതിനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് എന്നാണ് സഹോദരങ്ങളെ ഇവിടെ പണ്ഡിതന്മാർ ഈ ആയത്തിന് തഫ്സീർ നൽകിക്കൊണ്ട് വിശദീകരിക്കുന്നത്. അപ്പോ ഒരാവശ്യവുമില്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് ഈമാനില്ലാത്ത കുഫറിന്റെ വക്താക്കളുടെ പ്രവർത്തനമായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഹൃദയത്തിൽ ഒരു അണുമണിത്തൂക്കം ഈമാനുള്ള വ്യക്തി ഒരിക്കലും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അടുക്കൽ അവരെ സമീപിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ അവന്റെ ദീനിനെയോ ഇഷ്ടപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ആ രൂപത്തിലുള്ള ലക്ഷ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഹൂദികൾ ഓരോ ആവശ്യങ്ങളും ഉന്നയിച്ചത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത് അവർ ഈമാനിന് പകരം കുഫ്ർ സ്വീകരിച്ച വഴിപിഴച്ച ആളുകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈമാൻ ചോർത്തിക്കളയുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ. യഹൂദികൾ ചോദിച്ച രൂപത്തിലുള്ള ചോദ്യങ്ങൾ, ആ രൂപത്തിലുള്ള സംശയങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മ വെക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ റബ്ബിനെയോ നമ്മുടെ പ്രവാചകനെയോ നമ്മുടെ ദീനിനെയോ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടാൻ പാടില്ല സഹോദരങ്ങളെ. എപ്പോഴും ഹൃദയത്തിൽ സത്യവിശ്വാസത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ എപ്പോഴും നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിനെ റബ്ബായിക്കൊണ്ടും ഇസ്ലാമിനെ ദീനായിക്കൊണ്ടും മുഹമ്മദിനെ റസൂലായിക്കൊണ്ടും ആര് തൃപ്തിപ്പെട്ടുവോ അവൻ വിശ്വാസത്തിന്റെ രുചി ആസ്വദിച്ചിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല ഇമാം ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. ഒരാളിൽ മൂന്ന് ഗുണവിശേഷങ്ങൾ ഉണ്ട് എങ്കിൽ അയാൾ ഈമാനിന്റെ അഥവാ സത്യവിശ്വാസത്തിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്താണ് ആ മൂന്ന് കാര്യമെന്ന് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി തരികയാണ്. അതെന്താ? മറ്റാരോടും ഉള്ളതിനേക്കാൾ പ്രിയം അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും ഉണ്ടായിരിക്കുക എന്ന്. പിന്നെ മനുഷ്യനെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സ്നേഹിക്കുക എന്നതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുഫ്രിലേക്ക് മടങ്ങുന്നതിനെ അഥവാ സത്യനിഷേധത്തിലേക്ക് മടങ്ങുന്നതിനെ നരകത്തിലേക്ക് തള്ളപ്പെടുന്നതിനെ എന്ന പോലെ വെറുക്കുക എന്നുള്ളതാണ്. ഇതാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അവിടെയൊക്കെ ഈമാനിന്റെ ഒരു മാധുര്യം അനുഭവപ്പെടണമെങ്കിൽ നമ്മുടെ ദീനിനെ, നമ്മുടെ ആദർശത്തെ നാം എല്ലാറ്റിലും ഉപരിയായിക്കൊണ്ട് സ്നേഹിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അത്തരം ആളുകൾക്ക് ഒരിക്കലും തന്നെ യഹൂദികൾ വെച്ച് പുലർത്തിയതുപോലെ പ്രവാചകന്മാരെ ചോദ്യം ചെയ്യുന്ന, പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാത്ത രൂപത്തിൽ മനസ്സിൽ സത്യനിഷേധം വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ഒരു സ്വഭാവം അതൊരിക്കലും ഒരു സത്യവിശ്വാസിയുടെ പക്കൽ നിന്നും ഉണ്ടായിക്കൂടാ എന്ന് അതിമഹത്തായ ഒരു പാഠമാണ് ഇവിടെ സൂറത്തുൽ ബഖറയുടെ 108-ാമത്തെ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ ഈ 108-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷേഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ല അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.